ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാടാനപ്പള്ളി ബീച്ചിലെ ഫസൽ നഗറിൽ കടലേറ്റം രൂക്ഷം. 200ഓളം വീടുകൾ ഉപ്പുവെള്ള ഭീഷണിയിൽ. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ച് കയറിയതായി പരാതി. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ആരോപണം. പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് മെമ്പർമാർ. ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനുള്ള കൌൺസിൽ തീരുമാനം നഗരസഭാ സെക്രട്ടറി തടയുന്നത് ദൗർഭാഗ്യകരമാണെന്ന് NK അക്ബർ MLA. കായിക പ്രേമികളുടെ താൽപര്യം സംരക്ഷിക്കാൻ തദ്ദേശ വകുപ്പ് മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് MLA. ഇനി കാൽപന്തോളം. ഫിഫ ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ ആരാധകർ ഒരുങ്ങി. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളി ബീച്ച് ഫസൽ നഗറിൽ കടലേറ്റം രൂക്ഷം. 200ഓളം വീടുകൾ ഉപ്പുവെള്ള ഭീഷണിയിലാണ്. ശക്തമായ വേലിയേറ്റത്തിൽ കരയിലേക്ക് വെള്ളം ഇരച്ചുകയറുകയും കിണറുകൾ ഉപയോഗശൂന്യമാവുകയും ചെയ്യും. ഇതുമൂലം കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യത്തിനും മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ഇവർക്ക് സഞ്ചരിക്കാനുള്ള ഏക ആശ്രയമായ സീവാൾ റോഡും ഏത് നിമിഷവും തകരുമെന്ന ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം കടലേറ്റം രൂക്ഷമായപ്പോൾ സംരക്ഷണ ഭിത്തിക്കായി 4 ലക്ഷം അനുവദിച്ചതായി പറഞ്ഞിരുന്നു എങ്കിലും 1 വർഷമായിട്ടും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് സമീപവാസികളായ സാലിഹ് പണ്ടാരത്തിൽ, വടക്കൻ മോഹനൻ പണിക്കുവീട്ടിൽ, സുലൈമാൻ, ഗഫൂർ പണിക്കുവീട്ടിൽ, മുഹമ്മദ് പണിക്കുവീട്ടിൽ എന്നിവർ പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറിയതായി പരാതി. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ആരോപണം ഉണ്ട്. വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പരാതി പറയാനെത്തിയവരാണ് പഞ്ചായത്ത് യോഗത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളുമായി രൂക്ഷമായ വാക്കേറ്റം നടത്തിയ ഇവർ റൈറ്റിംഗ് പാഡ് വലിച്ചെറിഞ്ഞു. വനിതാ മെമ്പറുടെ നെറ്റിയിലാണ് ഏറുകൊണ്ടത്. ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഭരണസമിതിയിലെ LDF മെമ്പർമാർ പ്രതിഷേധിച്ചു. അക്രമം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. ഇപ്പൊ കേരള സർക്കാരിന്റെ കൈവശം ഇരിക്കുന്ന ആ ഫയല് പെട്ടെന്ന് സ്പീഡ് അതിന്റെ മുകളിൽ തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിക്കൊണ്ട് ഇടപെടുന്നതിനും അതോടൊപ്പം തന്നെ ആ തീരുമാനം വരുന്നത് വരെ ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ കോറി വേസ്റ്റ് അടിച്ചും അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള സമഗ്രമായൊരു തീരുമാനം എടുത്തത് കഴിഞ്ഞതിന് ശേഷമാണ് 50ഓളം വരുന്ന UDF പ്രവർത്തകർ അതിക്രമിച്ച് ഗ്രാമപഞ്ചായത്തിലേക്ക് യാതൊരു സമ്മതവും ഇല്ലാതെ കയറി വരികയും അവിടെ അക്രമം കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗുണ്ടായുസമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് നിർമ്മാണത്തിന് AC മൊയ്തീൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി കഴിഞ്ഞ LDF സർക്കാർ 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പണി ഏറ്റെടുത്ത കരാറുകാരൻ 10% ഫണ്ട് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ടെൻഡർ സമർപ്പിച്ചു. നിലവിലെ സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കാൻ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് കുഴികൾ നികത്തുവാനും മണ്ണ് നീക്കം ചെയ്യുവാനും ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കടന്നുകയറി അതിക്രമം കാണിച്ചതെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. TCV എരുമപ്പെട്ടി. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അതിക്രമിച്ചു കയറി എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പ്രസിഡന്റിനോട് സംസാരിക്കാൻ എത്തിയതായിരുന്നു പ്രദേശവാസികളായ യുവാക്കൾ. പ്രസിഡന്റിന്റെ സമ്മതത്തോടുകൂടിയാണ് ഇവർ യോഗ ഹാളിലേക്ക് പ്രവേശിച്ചത്. പ്രസിഡന്റുമായി സംസാരിക്കുന്നതിനിടയിൽ ഭരണസമിതിയിലെ ചില LDF മെമ്പർമാർ കയർത്തു സംസാരിച്ചതാണ് ഇരുകൂട്ടരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിന് ഇടയാക്കിയതെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ PN വിഷയകുമാർ പറഞ്ഞു.
അവിടുത്തെ പ്രദേശത്തെ ആളുകൾ, കുറച്ച് ചെറുപ്പക്കാർ വന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റിനോട് അനുമതി ചോദിച്ച് പ്രസിഡന്റ് സംസാരിക്കാൻ പറഞ്ഞ് അവരുടെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റു മെമ്പർമാരുടെ ഇടപെടൽ, വളരെ രൂക്ഷമായ ഇടപെടൽ ഉണ്ടായപ്പോൾ അവരും തർക്കമായി. ആ ഒരു തർക്കം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ യാതൊരു വക പ്രശ്നങ്ങളും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പഞ്ചായത്ത് കമ്മിറ്റി പിരിഞ്ഞ് പോന്നിട്ടുള്ളത്. എന്തായാലും ഈ റോഡ് നിർബന്ധമായും എത്രയും പെട്ടെന്ന് പണിതു കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലെ ഒരു വാഹനം പോയി ഒരു കാൽനട യാത്രക്കാരന് പോലും പോകാൻ കഴിയാത്ത രീതിയിൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ആ റോഡ് കിടക്കുന്നത്. അതേസമയം ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് തന്നെ അപമാനിച്ച് സംസാരിച്ചതായി കോൺഗ്രസ് മെമ്പർ സൈബുന്നീസ ഷറഫു പറഞ്ഞു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. എന്ത് രാഷ്ട്രീയമായിട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്തായാലും ഈ ആളാണല്ലോ നേതൃത്വം കൊടുക്കുക. അപ്പോൾ വളരെ തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ വാർഡിനൊന്നും തരില്ല, വളരെയധികം ഭീഷണിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക നോക്കട്ടെ, നിങ്ങളെ വാർഡിന് എന്താ ചെയ്യാന്ന് എനിക്കറിയാം. അത് പേഴ്സണലായിട്ട് 2 ദിവസം മുന്നേ എന്നോട് നേരിട്ട് അയാൾ പറഞ്ഞതാണ്. അത് വളരെയധികം ഞങ്ങളെ തളർത്തുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെയും. ഇന്ന് ഒരുപാട് എന്നെ അപമാനിച്ചിട്ടുണ്ട്. കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് എന്നെ അപമാനിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഒരു അഡ്വക്കറ്റ് ആണല്ലോ, അതിനുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെയല്ല എന്നോട് പെരുമാറിയത്. ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനുള്ള കൗൺസിൽ തീരുമാനം സാങ്കേതികത്വം പറഞ്ഞ് നഗരസഭാ സെക്രട്ടറി തടയുന്നത് ദൗർഭാഗ്യകരമാണെന്ന് NK അക്ബർ MLA. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് ഇത്. തൊട്ടടുത്ത കുന്നംകുളം നഗരസഭ ടൗൺ ഹാളിൽ സൗജന്യ പ്രദർശനത്തിന് അനുമതി നൽകിയ കാര്യം MLA ചൂണ്ടിക്കാട്ടി. കായിക പ്രേമികളുടെ താൽപര്യം സംരക്ഷിക്കാനും കൗൺസിൽ തീരുമാനം നടപ്പിലാക്കാനും തദ്ദേശ വകുപ്പ് മന്ത്രി, സെക്രട്ടറി, ഡയറക്ടർ എന്നിവർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതായും MLA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി കോൺഗ്രസിന്റെ കളിപ്പാവയായി പ്രവർത്തിക്കുന്നതാണ് ഗുരുവായൂർ ടൗൺ ഹാളിൽ നടത്താൻ തീരുമാനിച്ച ബിഗ് സ്ക്രീൻ പ്രദർശനം തടസ്സപ്പെടാൻ കാരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ പറഞ്ഞു. നഗരസഭയുടെയും കായിക ക്ലബ്ബുകളുടെയും സഹകരണത്തോടെ വർഷങ്ങളായി വിജയകരമായി സംഘടിപ്പിച്ചു വരുന്ന ബിഗ് സ്ക്രീൻ പ്രദർശനം ഇത്തവണയും നടത്താൻ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നതാണ്. ഇത് നടക്കാതിരിക്കാൻ കൗൺസിലിന്റെ പരമാധികാരത്തെ മറികടന്ന് സെക്രട്ടറി നടപടി സ്വീകരിച്ചു. സെക്രട്ടറിയുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നടപടികൾ ചട്ടവിരുദ്ധവും അവാസ്തവവുമാണ്. സംഭവം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. നഗരസഭയുടെ ജനാധിപത്യ അവകാശങ്ങളും ഭരണപരമായ അധികാരങ്ങളും സംരക്ഷിക്കുന്നതിനായി നിയമപരമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ V അനൂപ്, AT ഹംസ, ഷാനി റജി, ബിന്ദു അജിത് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോളിനെ പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫിഫ ലോകകപ്പിന്റെ 23ാം പതിപ്പിന് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 12:30 തുടക്കമാകും. ആതിഥേയ രാജ്യങ്ങളിൽ ഒന്നായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ പോരാട്ടം. അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായി ആതിഥ്യമരുളുന്ന ഇത്തവണത്തെ ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ആകെ 104 മത്സരങ്ങളാണ് നടക്കുക. ജൂലൈ 19 ഫൈനൽ. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents
in singular. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. ചാലിശ്ശേരിയുടെ ഗ്രാമവീഥികൾ ഫുട്ബോൾ ആഘോഷത്തിന്റെ വർണ്ണപ്പകിട്ടിൽ മുങ്ങിയിരിക്കുകയാണ്. ചാലിശ്ശേരി GCC ക്ലബിന്റെ നേതൃത്വത്തിൽ വലിയ സ്ക്രീനിൽ മത്സരങ്ങൾ തത്സമയം കാണുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്ന ഭീമൻ ഫ്ലെക്സുകൾ ഇതിനോടകം തന്നെ ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ടുണ്ട്. ആരാധകർ ഇഷ്ട ടീമുകൾക്കായി ഫ്ലെക്സുകളും കൊടികളും സ്ഥാപിച്ച് ഗ്രാമത്തെ ഫുട്ബോൾ നിറങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. ആരാധക സംഗമങ്ങളും കൂട്ടമായി മത്സരങ്ങൾ കാണാനുള്ള ഒരുക്കങ്ങളും സജീവമായിട്ടുണ്ട്. ഫ്രാൻസിനാണ് ഇത്തവണ കൂടുതൽ സാധ്യതയെന്ന് അറയ്ക്കൽ താന്നിക്കൽ അബിജോൺ അഭിപ്രായപ്പെട്ടു. ഫ്രാൻസ് ഈ പ്രാവശ്യം ടീം നല്ല സ്ട്രോങ് ആണ്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും അടുത്താണ് എത്തിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനൽ കണ്ടവർക്കൊക്കെ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവും. ഈ പ്രാവശ്യം ഫ്രാൻസ് കപ്പ് എടുത്തിരിക്കും. 5 തവണ ലോകകപ്പ് കിരീടം നേടിയ പാരമ്പര്യമുള്ള ബ്രസീൽ ഇത്തവണയും കപ്പുയർത്തുമെന്ന് CV സൈമൺ ചാലിശ്ശേരി പറഞ്ഞു. പക്ഷേ ബ്രസീലിന് കൂടുതൽ സാധ്യത കാണുന്നു. 1970 ആ 3 വട്ടം ലോകകപ്പ് നേടിയിട്ടുള്ളത് ഒരേ ഒരു ടീം അവരായിരുന്നു. ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമും ബ്രസീൽ 5 വട്ടം. അതേസമയം മികച്ച ടീം സ്പിരിറ്റും ഒത്തൊരുമയും കൈമുതലായ അർജന്റീനയാണ് ഇത്തവണയും ലോകകപ്പ് നേടുകയെന്ന് CV മണികണ്ഠനും രവി കുന്നത്തും അഭിപ്രായപ്പെട്ടു. അർജന്റീന ജയിക്കണം എന്നാണ് ഒരു അർജന്റീന ഫാൻ നിലയ്ക്ക് എനിക്ക് ആഗ്രഹം. പിന്നെ 86 മുതലേ ഒരു അർജന്റീന ഫാനായിരുന്നു. അർജന്റീന കഴിഞ്ഞിട്ടാണ് മറ്റൊരാളും അത് വേൾഡ് കപ്പിലും അങ്ങനെ തന്നെ ആയിരിക്കും. 5 വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട്. അതുപോലെ അതില് നല്ല കളിക്കാരാണ്, പ്ലെയറൊക്കെ ഉണ്ട്. എന്തായാലും ലോകകപ്പ് ജ്വരം ഇത്തവണയും ചാലിശ്ശേരി ഗ്രാമത്തിന്റെ ഓരോ കോണിലും നിറയുകയാണ്. TCV ന്യൂസ് കുന്നംകുളം. ലോകകപ്പിൽ പന്തുരുളാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കളിയുടെ ആവേശം പകരാൻ പാട്ടുമായി എത്തിയിരിക്കുകയാണ് തൃശൂർ സ്വദേശി. കാൽപന്തിൻ കായികമേളം ചങ്കിൽ തകിലടി താളം ഇരു കണ്ണായി മാറും ലോകം. വെങ്കിടങ്ങ് പാടൂർ സ്വദേശി സഫ്വാനാണ് കിക്ക് ഓഫ് കേരള എന്ന മ്യൂസിക് ആൽബവുമായി എത്തിയിരിക്കുന്നത്. ഗാനം ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. അതിരുകൾ മായവേ ചടുല ഗാനങ്ങൾ ഒഴുകവേ. ദുബായ് സർക്കാർ വകുപ്പിൽ ഡോക്യുമെന്റ് കൺട്രോളറായി ജോലി ചെയ്യുകയാണ് സഫ്വാൻ. അന്താരാഷ്ട്ര തലത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച മുൻ താരങ്ങളെയും സംഗീത ചിത്രീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാനത്തിന്റെ രചനയും സംഗീതവും സംവിധാനവും ഒരുക്കിയത് സഫ്വാൻ തന്നെയാണ്. തുടങ്ങവേ അതിരുകൾ മായവേ ചടുലൊഴുകവേ. ഈ ലോകകപ്പിൽ കളിക്കുന്ന എല്ലാ ടീമുകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ലൂസിഫർ സിനിമയിലെ എമ്പുരാനെ എന്ന ഗാനം ആലപിച്ച ആനന്ദ് ശ്രീരാജ് ആൽബത്തിൽ പാടിയിട്ടുണ്ട്. ഫഹദ്, വിശാഖ് ചന്ദ്രൻ എന്നിവരും ഈ ഗാനത്തിൽ സഫ്വാനൊപ്പം ചേരുന്നുണ്ട്. പടവുകൾ താണ്ടും നിറയും മൈതാനമേ. TCV പവർ ടീം. ലോകകപ്പിന്റെ ആവേശം തലയിലേറ്റി അരിപ്പാലം സ്വദേശി മണി. ബ്രസീലിന്റെ കടുത്ത ആരാധകനായ മണി തലയിൽ ടീമിന്റെ പേരും പതാകയുടെ നിറവും ഡിസൈൻ ചെയ്താണ് തന്റെ ആരാധന പ്രകടമാക്കിയത്. അരിപ്പാലത്ത് CITU യൂണിയൻ തൊഴിലാളിയാണ് മണി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം സുഗമമാക്കുക വഴി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തിന്റെ ലക്ഷ്യം. ഇക്കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോയി മീൻ പിടിക്കുന്നതിന് വിലക്കുണ്ട്. കർശന പരിശോധനയുണ്ടാകുമെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങളെ നിയന്ത്രണം ബാധിക്കില്ല. അതേസമയം 2 വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന പെയർ ട്രോളിംഗ് അനുവദിക്കില്ല. ഹാർബറുകളിലെ ഡീസൽ ബങ്കുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന ബോട്ടുകൾക്ക് തീരത്ത് വിലക്കുണ്ട്. തോളൂരിൽ പാലം തകർന്നു. വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. തോളൂർ മെയിൻ റോഡിലെ പാലം പണി കാരണം സമാന്തര പാതയായി ഉപയോഗിച്ചിരുന്ന കരുവാൻപടി വഴിയിൽ ശേഖരൻകാവ് റോഡിന് കുറുകെയുള്ള തോടിന് മുകളിലെ പാലത്തിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന് തോടിലേക്ക് പതിക്കുകയായിരുന്നു. അപകട സമയത്ത് പാലത്തിന് മുകളിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. സമാന്തര പാലവും തകർന്നതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് പ്രദേശത്ത് അനുഭവപ്പെട്ടത്.
തോളൂർ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് വാഹനയാത്രക്കാർക്ക് മറ്റു വഴികൾ തയ്യാറാക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. ഇതുവഴിയുള്ള പരമാവധി യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. തോളൂർ റോഡിലെ നവീകരണം നടക്കുന്ന പാലത്തിന്റെ പണി പൂർത്തിയായാൽ ഉടൻ തന്നെ തകർന്ന ഈ പാലം പുതുക്കിപ്പണിയുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതേസമയം പാലം തകർന്ന പശ്ചാത്തലത്തിൽ തോളൂർ പഞ്ചായത്തിൽ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായിരുന്നു. ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തോളൂർ റോഡ് പാലത്തിന്റെ മെയിൻ സ്ലാബ് വാർപ്പ് ഈ മാസം 22-ന് നടത്തുമെന്ന് PWD ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സുരേഖല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ലിൻസൺ പുത്തൂർ, KG പോൾസൺ, KL സാബു, CK ഫ്രാൻസിസ്, PK വിജയൻ, KK ഫ്രാൻസിസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പോർക്കുളത്ത് തെങ്ങ് കടപുഴകി വീണ് ഓട്ടോറിക്ഷ തകർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൊന്നം സെന്ററിൽ കട നടത്തുന്ന ഉപ്പുങ്ങൽ ഗണേശൻ പച്ചക്കറി എടുക്കുന്നതിനായി കുന്നംകുളത്തേക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. പോർക്കുളം പോസ്റ്റ് ഓഫീസ് വാർഡിലെ കരുവാൻപടി കല്ലുഷാപ്പിന് സമീപം വെച്ചാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് കടപുഴകി ഗണേശൻ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വീണത്. അപകടത്തിൽ ഓട്ടോറിക്ഷയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു എങ്കിലും ഗണേശൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വാർഡ് മെമ്പർ സിന്ധു ബാലൻ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വാടാനപ്പള്ളി തൃത്തല്ലൂർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് തകർന്നു. ദേശീയപാതയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ശിവാലയ കമ്പനി മണ്ണെടുത്തതിനെ തുടർന്നാണ് റോഡ് തകർന്നത്. കുടിവെള്ള പൈപ്പും ഒപ്റ്റിക്കൽ ഫൈബർ ലൈനും പൊട്ടിയിട്ടുണ്ട്. റോഡ് തകർന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികളും വ്യാപാരികളും ഉൾപ്പെടെ വലയുകയാണ്. അധികൃതരുടെ നിസ്സംഗതയിൽ ജനകീയ സംരക്ഷണ സമിതി പ്രതിഷേധിച്ചു. ജയതിലകൻ ചാളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ഖാദർ ചേലോട്, സുരേഷ് തച്ചപ്പിള്ളി, RA സെയ്ദ് മുഹമ്മദ്, K ഭാസ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ മുല്ലശ്ശേരി പഞ്ചായത്തിലെ 15-ാം വാർഡിലെ തണ്ണീർക്കായൽ പരിസരത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശ്വനാഥ മന്ദിരം, കാർത്യായനി, ഒളനാടൻ പ്രഭാവതി, തച്ചപ്പള്ളി സീമ, ഐക്യാരത്ത് രാധ, കുട്ടാട്ട് ശശി, രമേഷ്, ഹരിദാസൻ തുടങ്ങിയവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഇവരുടെ വീടുകളിലേക്ക് പോകുന്ന നടവഴിയും തണ്ണീർക്കായൽ റോഡും വെള്ളത്തിലാണ്. വീട്ടുകാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്നും യാത്രാദുരിതം നേരിടുന്ന തണ്ണീർക്കായൽ റോഡിന്റെ നിർമ്മാണ തടസ്സം പരിഹരിച്ച് റോഡ് നിർമ്മിക്കുമെന്നും വാർഡംഗം സുധീർ വെള്ളാട്ട് അറിയിച്ചു. വരവൂർ തളി നടുവട്ടത്തുള്ള അറവ് മാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. പ്ലാന്റിന് അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ചേർന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. 2021-ൽ LDF പഞ്ചായത്ത് ഭരണസമിതിയാണ് പ്ലാന്റിന് അനുമതി നൽകിയത്. പരാതി നൽകിയിട്ടും ഭരണ സംവിധാനങ്ങൾ പ്ലാന്റ് ഉടമയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഭരണം മാറിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയെന്ന് UR പ്രദീപ് MLA മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ UDF വരവൂർ മണ്ഡലം ചെയർമാൻ M വീരചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ, പഞ്ചായത്ത് അംഗങ്ങളായ PV ബാപ്പുട്ടി, B വാത്തുക്കുട്ടി, സെറീന, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് TM അയ്യൂബ്, PS രാജൻ, ബഷീർ പാറപ്പുറം എന്നിവർ പങ്കെടുത്തു. ചേലക്കര വെങ്ങാനല്ലൂരിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. വെങ്ങാനല്ലൂർ സ്വദേശികളായ ഷംസു, ജെയ്സൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. കരിങ്കൽ ക്വാറിയിലേക്ക് ലോഡ് കയറ്റാൻ പോവുകയായിരുന്ന ടോറസ് ലോറിയും എതിർദിശയിൽ നിന്നും ചേലക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാക്കളുടെ സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ടോറസ് ലോറി തെറ്റായ വശത്തേക്ക് കയറി വന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് പിന്നാലെ ടോറസ് ലോറിയുടെ ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് നാട്ടുകാരും പോലീസും തമ്മിൽ വാക്കേറ്റം നടന്നു. ലോറി കൊണ്ടുപോകാനാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല, ലോറി കൊണ്ടുപോകാനല്ല, കേസിന്റെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ തിരക്കും തിടുക്കവും ധൃതി എന്തിനാണ് ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ,
ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. മാള അണ്ണല്ലൂരിൽ അംഗപരിമിതൻ ഉൾപ്പെടെ 3 പേരെ തെരുവ് നായ കടിച്ചു. അംഗപരിമിതനായ ഇളംകുറ്റിയിൽ വേലായുധൻ, മാപ്രാമ്പിള്ളി വീട്ടിൽ ചന്ദ്രൻ, വെള്ളരിക്കൽ വീട്ടിൽ പ്രസീത എന്നിവരെയാണ് ബുധനാഴ്ച രാവിലെ തെരുവുനായ ആക്രമിച്ചത്. വേലായുധൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റു 2 പേർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. 1 വർഷം മുൻപ് അപകടത്തിൽ പരിക്കേറ്റ വേലായുധൻ നടക്കാൻ കഴിയാതെ ഇരുന്ന് നിരങ്ങി സഞ്ചരിക്കുന്നയാളാണ്. കർഷക തൊഴിലാളിയായ ചന്ദ്രനെ കൃഷിയിടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് തെരുവുനായ കടിച്ചത്. തുടർന്ന് ഈ നായ വേലായുധനെയും പ്രസീതയെയും കടിക്കുകയായിരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന വനിതാ ജിംനേഷ്യത്തിലേക്ക് കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്ത് വാട്ടർ പ്യൂരിഫയർ വാങ്ങിയതിൽ ക്രമക്കേടും അഴിമതിയുമുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വസ്തുതാവിരുദ്ധമാണെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു പറഞ്ഞു. പ്രചരിപ്പിക്കുന്നതുപോലെ 2 വാട്ടർ പ്യൂരിഫയർ വാങ്ങിയിട്ടില്ല. ഒന്നിന് 54,011 രൂപ വില കൊടുത്തു എന്നത് തെറ്റാണ്. പരമാവധി വിൽപ്പന വില 15,000 രൂപയുള്ള വാട്ടർ പ്യൂരിഫയർ ഒരെണ്ണം മാത്രമാണ് വാങ്ങിയത് എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ സംഖ്യ രേഖപ്പെടുത്തിയപ്പോൾ സംഭവിച്ച പിഴവ് മൂലമാണ് 54,011 എന്ന് കാണിച്ചത് എന്നും CC ബിജു പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KR ഔസേപ്പ്, KR റെനി, പഞ്ചായത്ത് അംഗങ്ങളായ PS അംബുജാക്ഷൻ, KR ശശികുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് മാവേലി സൂപ്പർ മാർക്കറ്റിന് മുൻപിലെ പഞ്ചായത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, എക്സൈസ് ഓഫീസ്, വെറ്റിനറി ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് അന്തിക്കാട് സെന്ററിൽ നിന്നുള്ള എളുപ്പവഴിയാണ് വെള്ളക്കെട്ടിലായത്. മാവേലി സ്റ്റോറിലേക്ക് കാൽനടയായി വരുന്നവരാണ് കൂടുതൽ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത്. ക്വാറി വേസ്റ്റിട്ട് വെള്ളക്കെട്ടിനരികിലൂടെ നടന്നു പോകാനുള്ള സൗകര്യമെങ്കിലും ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആൾക്കാർക്ക് നടന്നു പോകാനോ ഒന്നിനും പറ്റില്ല. മുട്ടിനൊപ്പം വെള്ളമാണ്. ഇതൊരു ലേശം ഒരു വേഷം അടിച്ച് ആൾക്കാർക്ക് നടന്നു പോകാനുള്ളൊരു ഇതുണ്ടാക്കി തരാമെന്ന് അപേക്ഷിക്കുക. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് സ്ഥാപനങ്ങളും ഞങ്ങളതുപോലെ തന്നെ 2 വീലർമ വരുന്ന ആൾക്കാരും ഇവിടേക്ക് കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തോ അധികാരികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇടപെട്ടിട്ട് ഈ റോഡൊന്ന് ഞങ്ങൾക്ക് നല്ല ഉപയോഗത്തിന് ഇതിനും കൂടി കുറച്ചും കൂടി നല്ല രീതിയിലാക്കി തരാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. SSLC, +2, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് നാട്ടിക പഞ്ചായത്ത് MSF കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSF നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, T മുജീബ്, PM അമീർ, KA ഹാറൂൺ റഷീദ്, PK ഷാഹുൽ ഹമീദ്, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു തുടങ്ങിയവർ സംസാരിച്ചു. പെട്രോൾ, ഡീസൽ, ഗ്യാസ് വിലവർദ്ധനവിനെതിരെ AITUC ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം AITUC ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം സെക്രട്ടറി AM സതീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ, മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാ രാജൻ, AIYF മണ്ഡലം സെക്രട്ടറി ബിനീഷ് ചില്ലിക്കൻ, EK ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. CPI വിട്ട് CPM-ൽ ചേർന്നവർക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകി. CPI പ്രാദേശിക നേതാക്കളായിരുന്ന KB ജോഷി ബാബു, NK സന്തോഷ്, KG സുധാകരൻ എന്നിവരും കുടുംബാംഗങ്ങളുമാണ് CPM-ൽ ചേർന്നത്. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം സിബിൻ C ബാബു അധ്യക്ഷനായി. KS മോഹൻദാസ്, MV മുകേഷ്, KR പ്രജിത്ത്, KC രമേശ്, OS സുബീഷ്, AS ജിംഷാർ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി പൈങ്കുളം ചേലക്കര റോഡിൽ പോസ്റ്റ് ഓഫീസിന് സമീപം ഫുട്പാത്തിലെ തകർന്ന സ്ലാബിനുള്ളിൽ യാത്രക്കാരന്റെ കാൽ അകപ്പെട്ടു. പരിക്കേറ്റ ഇയാളെ സമീപത്തുള്ള വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ഭാഗത്ത് മുൻപും സമാനമായ രീതിയിൽ അപകടമുണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. അടിയന്തരമായി സ്ലാബ് മാറ്റിസ്ഥാപിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു.
നമ്മുടെ പയങ്കുളം റോഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അരികിൽ ഡ്രെയിനേജ് പൊട്ടി കിടക്കുകയാണ്. കച്ചവടക്കാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ മിഞ്ഞാന്ന് ഇതേപോലെ ഇവിടെ ഈ റോഡിൽ ഒരാൾ വന്ന് അതിൽ വീണു. അങ്ങനെ അയാൾക്ക് കുറച്ച് പരിക്കുകളെല്ലാം പറ്റി. അയാൾ എവിടെ ഉള്ള ആളാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് അധികൃതർ അതിന് ഒരു ഇത് കാണണം എന്ന് നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് കണ്ണൻ. ഞാൻ ചോദിച്ച ഒരു കടയാണ്. ഇതിൻ്റെ സമീപത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അതിന് വലിയ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കാൻ ഇവിടുത്തെ അധികൃതർ തയ്യാറാവണമെന്നാണ് ഞാൻ പറയാനുള്ളത്. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനോട് ചേർന്നുള്ള 3 നില കെട്ടിടത്തിന്റെ മുകളിൽ അപകടകരമായ രീതിയിൽ സ്ഥാപിച്ച പരസ്യ ബോർഡ് നീക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗം പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. 2ാം വാർഡ് അംഗം ജോളി ചുക്കിരിയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 2ാം തവണ നോട്ടീസ് നൽകി നടപടി നീട്ടിക്കൊണ്ടുപോയി കെട്ടിട ഉടമയ്ക്ക് കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിക്കാൻ അവസരമുണ്ടാക്കുകയാണ് പ്രസിഡന്റും സെക്രട്ടറിയും ചെയ്തത് എന്ന് ജോളി ആരോപിച്ചു. നിരവധി പേരുടെ ജീവന് അപകടമുണ്ടാകാനിടയുള്ള ബോർഡ് നീക്കണമെന്ന ആവശ്യം ഭരണസമിതി കഴിഞ്ഞ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകാനായിരുന്നു ഭരണസമിതി തീരുമാനം. ഇതിനിടെ ഉടമ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ നേടി. കെട്ടിടത്തിന്റെ ബലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നെല്ലായി പറപ്പൂക്കര സഹകരണ ബാങ്കിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബാങ്ക് പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. ബാങ്ക് പ്രസിഡന്റ് പ്രശാന്ത് PR വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അമ്പിളി സജീവൻ, പഞ്ചായത്ത് അംഗം KK രാജൻ, സുരേന്ദ്രൻ കുടപ്പറമ്പിൽ, P നന്ദകുമാർ, ബാങ്ക് സെക്രട്ടറി ബ്രീസി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപകർക്ക് സെൻസസ് ഡ്യൂട്ടിയും പരിശീലന ക്ലാസുകളും നടക്കുന്നതുമൂലം കുട്ടികളുടെ പഠനം തടസ്സപ്പെടാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് KPSTA ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. KPSTAയുടെ വിദ്യാഭ്യാസ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം B ബിജു നിർവഹിച്ചു. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ M കുമാർ അധ്യക്ഷത വഹിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭാ പരിധിയിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം വെള്ളിയാഴ്ച നടക്കും. AC മൊയ്തീൻ MLA സമ്മാനദാനം നിർവഹിക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. വിവിധ സ്കൂളുകളിൽ നിന്നായി 60ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാങ്കുറ്റിപ്പാടത്ത് പ്രവർത്തിക്കുന്ന തപസ്യ റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിൽ നിന്നിരുന്ന ചന്ദനമരം മോഷണം പോയതായി പരാതി. തപസ്യ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിൽ കനാൽ ബണ്ട് റോഡിനോട് ചേർന്ന് നിന്നിരുന്ന 18 ഇഞ്ച് വണ്ണമുള്ള ചന്ദനമരമാണ് കഴിഞ്ഞ രാത്രി മോഷ്ടിച്ചത്. അതിൻ്റെ റോഡിനോട് ചേർന്ന് നിന്ന് ഏകദേശം 18 ഇഞ്ച് വണ്ണമുള്ള ചന്ദനമരമാണ്. 18 ഇഞ്ച് വണ്ണവും ഏകദേശം ഒരു 4 മീറ്റർ നീളവും. ഇത് റോഡിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് വാഹനത്തിന് യാത്രയ്ക്കും തടസ്സമാവുന്നുള്ള ഇത് മഴയത്ത് കാറ്റത്ത് മറിയും എന്നുള്ളൊരു ഭയത്താൽ ഞങ്ങൾ സ്ഥല ഉടമകളായ ഞങ്ങൾ ഈ തപസ്യ അധികാരികൾ ഇതിൻ്റെ ഓണർഷിപ്പിൽ നിൽക്കുന്ന ലാലിമാറ്റി വായ്മറ്റം എന്ന് പറഞ്ഞ ഒരാളെ പേരിലുള്ളതാണ്. കള്ളന്മാർ ചന്ദന മോഷ്ടാക്കൾ ഇത് മുറിച്ച് നീക്കി കൊണ്ടുപോയത്. ഇത് യഥാർത്ഥത്തിൽ ഒരു നമുക്ക് സമൂഹത്തിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ഇത് സമ്മതിക്കാൻ കഴിയാത്ത ഒരു പ്രവണതയെ കാണിക്കുന്നത്. മറ്റുള്ള ഒരാളുടെ അധികാരത്തിലേക്ക് ഇടിച്ചു കയറുക, പിന്നെ മോഷണം നടത്തുക, ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ചന്ദനം പോയിലേറെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പ്രവണത അനുവദിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിന് ചന്ദനം മുറിച്ചു നീക്കാനുള്ള അനുമതിക്കായി റീഹാബിലിറ്റേഷൻ കേന്ദ്രം നടത്തിപ്പുകാർ അധികൃതരുടെ അനുമതിക്കായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നതിനിടെയാണ് ചന്ദനമരം മോഷ്ടിക്കപ്പെട്ടത്. വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ ഊട്ടുതിരുനാൾ ഈ മാസം 12-ന് ആഘോഷിക്കും. രാവിലെ 10-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ സിറിൽ തോമസ് തയ്യിൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും. ഊട്ടുനേർച്ചയുടെ ആശീർവാദം ഫാദർ ജോഷി ആളൂർ നിർവഹിക്കും. രാവിലെ 7 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെ നേർച്ച വിതരണം ഉണ്ടാകും. വികാരി ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ സാൻഡിയോ എലുവത്തിങ്കൽ, ജനറൽ കൺവീനർ KC ഡേവിസ്, KA രാജു, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ മാത്യൂസ് M രാജൻ, കൈക്കാരന്മാരായ MK ജോഷി, ജോയ് ആന്റണി, KA ബേബി, പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർമാരായ അലക്സ്, ജോണി, ഷൈജു, തൈക്കാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചിടുന്ന സ്ഥലത്തുനിന്ന് മാലിന്യങ്ങൾ പുറത്തേക്കിട്ട് ചാക്കുകൾ മോഷ്ടിച്ച നിലയിൽ.
വിവിധ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വലിയ ചാക്കുകളിലാക്കി നിശ്ചിത സ്ഥലത്ത് കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ സംഭവസ്ഥലത്തെത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങൾ കാണുന്നത് മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നതായാണ്. ഒരുമരയൂർ പഞ്ചായത്ത് 7-ാം വാർഡ് കോളനി റോഡിലെ സ്ഥലത്തു നിന്നാണ് മാലിന്യങ്ങൾ പുറത്തേക്കിട്ട് ചാക്കുകൾ മാത്രം മോഷ്ടിച്ചിട്ടുള്ളത്. വാർഡ് മെമ്പർ സിന്ധു അശോകൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ്, മെമ്പർ ഹിഷാം എന്നിവർ സംഭവസ്ഥലം സന്ദർശിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരിൽ ചിലർ ഓഫീസിൽ വെച്ച് മദ്യപിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ പ്രചരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ 8 ജീവനക്കാരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. സി ഗാർഡുമാരായ VA വിപിൻ, VM ഹുസൈൻ, KB ഷിഹാബ്, PS ഫസൽ, ഹാർബർ ബേസ്ഡ് സി റെസ്ക്യൂ സ്ക്വാഡുമാരായ KA അജിത്ത്, VA സിജീഷ്, TN റഫീഖ്, PK നിഖിൽ എന്നിവരെയാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,645 രൂപ, പവന് 1,09,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാടാനപ്പള്ളി ബീച്ചിലെ ഫസൽ നഗറിൽ കടലേറ്റം രൂക്ഷം. 200ഓളം വീടുകൾ ഉപ്പുവെള്ള ഭീഷണിയിൽ. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ച് കയറിയതായി പരാതി. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ആരോപണം. പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് മെമ്പർമാർ. ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനുള്ള കൗൺസിൽ തീരുമാനം നഗരസഭാ സെക്രട്ടറി തടയുന്നത് ദൗർഭാഗ്യകരമാണെന്ന് NK അക്ബർ MLA. കായിക പ്രേമികളുടെ താൽപര്യം സംരക്ഷിക്കാൻ തദ്ദേശ വകുപ്പ് മന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് MLA. ഇനി കാൽപന്തോളം. ഫിഫ ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ ആരാധകർ ഒരുങ്ങി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.